നമസ്കാരം. ദൈവദശകൻ TV സൺഡേ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുപ്രഭയിൽ വിളങ്ങി 91ാമത് ശിവഗിരി തീർത്ഥാടന ഘോഷയാത്ര. പദയാത്ര സംഘങ്ങൾക്ക് സ്വീകരണമൊരുക്കി കൊട്ടാരക്കര യൂണിയനും ടൗൺ ശാഖയും. ഹരിപ്പാട് മുതുകുളം വടക്ക് ചൂളത്തെരുവ് ശ്രീനാരായണ ഗുരുകുല സമാജം വാർഷികാഘോഷം. തിരുവല്ല നെടുമ്പ്രം ഈസ്റ്റ് ശാഖയുടെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികവും ഉത്സവവും. ഇടുക്കി SNDP യോഗം മൂലമറ്റം ശാഖയിലെ ഗുരുമന്ദിരത്തിന്റെ 48ാമത് വാർഷികം. ശിവഗിരിയിൽ 91ാമത് തീർത്ഥാടനത്തോടെ ഗുരുദേവ മഹാസമാധിയിൽ പുതുവത്സര പൂജയും സമൂഹ പ്രാർത്ഥനയും. യുവജന പദയാത്രയ്ക്ക് ശിവഗിരിയിൽ വൻ സ്വീകരണം. പാല മീനച്ചൽ യൂണിറ്റിൽ നിന്നുള്ള പദയാത്രയ്ക്ക് വെട്ടിക്കവല ശാഖയിൽ സ്വീകരണം. വാർത്തകൾ വിശദമായി. ശിവഗിരി പത്രിജന സഞ്ചയത്തിന്റെ അകമ്പടിയിൽ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന തീർത്ഥാടന ഘോഷയാത്ര ഗുരുപ്രഭയിൽ വിളങ്ങി. വെളുപ്പിന് 5 മണിയോടെ മഹാസമാധി സന്നിധിയിൽ നിന്നും ഗുരുദേവ രക്ഷാ സന്യാസി ശ്രേഷ്ഠന്മാരുടെ അകമ്പടിയോടെ ശിവഗിരി കുന്നിറങ്ങിയതോടെയാണ് ഘോഷയാത്ര തുടങ്ങിയത്. ശാരദാമഠത്തിന് അഭിമുഖമായി ഗുരു രക്ഷാ റോഡിലെത്തിയപ്പോൾ ആരതിയോടെ സ്വീകരിച്ചു. തീർത്ഥാടകർ കൂപ്പുകൈകളോടെ ധ്യാനനിമഗ്നരായി. ഗുരുദേവ രക്ഷയ്ക്ക് പിന്നിലായി പീതാംബരധാരികളായ തീർത്ഥാടകർ അണിനിരുന്നതോടെ ശിവഗിരി പ്രാന്തങ്ങളെ ഭക്തിസന്ദ്രമാക്കി ഘോഷയാത്ര നഗരപ്രയാണം ആരംഭിച്ചു. ഗുരുമന്ത്രജപത്തോടെ സാവധാനം നീങ്ങിയ ഘോഷയാത്ര നഗരവീഥികളെയും ഭക്തി പ്രഭരമാക്കി. വഴിയോരങ്ങളിൽ തിങ്ങി നിറഞ്ഞ ഭക്തജനങ്ങൾ നാമജപങ്ങളോടെ ഗുരുരക്ഷയ്ക്ക് പ്രണാമമർപ്പിച്ചു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ശിവഗിരിയിലെത്തിയ പദയാത്രാ സംഘങ്ങളും മഞ്ഞക്കൊട ചൂടിയ വനിതാ സംഘങ്ങളും താലമേന്തിയ നഴ്സിംഗ് വിദ്യാർത്ഥികളും പദയാത്രാ സംഘങ്ങൾക്കൊപ്പം അണിനിരന്നു. ഗുരുദേവരഥത്തിന് വർണ്ണാഭമേകി 10,000 അണിനിരുന്നതോടെ ഘോഷയാത്ര മഹാപ്രവാഹമായി നഗരകേന്ദ്രമായ മൈതാനം റെയിൽവേ സ്റ്റേഷൻ വഴി മടങ്ങി മഹാസമാധി സന്നിധിയിലെത്തിയാണ് സമാപിച്ചത്. ഗുരുദേവ രക്ഷയ്ക്ക് പിന്നാലെയായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, ട്രഷറർ സ്വാമി ശാരദാനന്ദ, തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറി സ്വാമി ഋതംബരാനന്ദ, ജോയിന്റ് സെക്രട്ടറി സ്വാമി അസംഗാനന്ദഗിരി എന്നിവർ അണിനിരന്നു. സ്വാമി വിശാലാനന്ദ, സ്വാമി ശിവനാരായണ തീർത്ഥ, സ്വാമി സാന്ദ്രാനന്ദ, സ്വാമി അംബികാനന്ദ, സ്വാമി വിരാജാനന്ദ, സ്വാമി സുരേശ്വരാനന്ദ, സ്വാമി വീരശ്വരാനന്ദ, സ്വാമി പ്രബോധ തീർത്ഥ, സ്വാമി ശങ്കരാനന്ദ, സ്വാമി ഹംസതീർത്ഥ തുടങ്ങിയ സന്യാസി ശ്രേഷ്ഠ ബ്രഹ്മചാരികൾ തുടങ്ങിയവർ അനുഗമിച്ചു. തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടന പദയാത്ര സംഘത്തിന് SNDP യോഗം കൊട്ടാരക്കര 852 നമ്പർ ടൗൺ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ശാഖാമന്ദിരത്തിന് മുന്നിൽ നൽകിയ സ്വീകരണത്തിന് ശാഖാ ഭാരവാഹികളായ ദുർഗാ ഗോപാലകൃഷ്ണൻ, അവണ്ണൂർ സന്തോഷ്, അശോകൻ, മോഹനൻ, സുദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദുർഗാ ഗോപാലകൃഷ്ണൻ പദയാത്രികരുടെ രഥത്തിലെ ഗുരുവിഗ്രഹത്തിൽ ഹാരാർപ്പണം നടത്തി. തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വന്ന പദയാത്രാ സംഘങ്ങൾക്ക് SNDP യോഗം കൊട്ടാരക്കര യൂണിയൻ സ്വീകരണം, താമസം, ഭക്ഷണം എന്നിവ ഒരുക്കി.
ഹരിപ്പാട് മുതുകുളം വടക്ക് ചൂളത്തെരുവ് ശ്രീനാരായണ ഗുരുകുല സമാജം വാർഷികാഘോഷത്തിന് മേൽശാന്തി ഉദയ് ശർമ്മയുടെ മുഖ്യ കാർമ്മികത്തിൽ സമാജം പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് കൊടിയേറ്റിയത്. ജനുവരി 2 വൈകിട്ട് 6 സോപാന സംഗീതം, 6:30 താലപ്പൊലി വരവ്, ദീപക്കാഴ്ച, രാത്രി 9 ആലപ്പുഴ ഈപ്റ്റ നാട്ടരങ്ങ് അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നിവയുണ്ടായി. 3 ഘോഷയാത്ര, രാത്രി 9 തിരുവനന്തപുരം മെട്രോ വോയിസിന്റെ ഗാനമേള എന്നിവയോടുകൂടി പരിപാടികൾ അവസാനിച്ചു. തിരുവല്ല SNDP യോഗം 1498 നെടുംപ്രം ഈസ്റ്റ് ശാഖയുടെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികവും ഉത്സവവും ജനുവരി 4 നടന്നു. രാവിലെ ഗണപതി ഹോമം, 7:30 ശാഖാ പ്രസിഡന്റ് സന്തോഷ് ചാപ്പുഴ കൊടിയേറ്റി. 8 മുതൽ ഗുരുദേവ കൃതികളുടെ പാരായണം, തുടർന്ന് ഗുരു ഭാഗവത പാരായണം. വൈകിട്ട് 7:30 ദേവി പൂജ, നൃത്തനൃത്യങ്ങൾ, ഭക്തിഗാനാമൃതം, സമൂഹ സദ്യ, താലപ്പൊലി എന്നിവ ഉണ്ടായിരുന്നു. SNDP യോഗം മൂലമറ്റം ശാഖയിലെ ഗുരുമന്ദിരത്തിന്റെ 48ാമത് വാർഷികം ജനുവരി 2 KK കുമാരൻ ചാന്ദിയുടെയും AG സജീവൻ ചാന്ദിയുടെയും കാർമ്മികത്വത്തിൽ ശാഖയിൽ നടന്നു. ഗുരുപൂജ, ഗുരുപുഷ്പാഞ്ജലി, പതാക ഉയർത്തൽ, പ്രസാദ വിതരണം, മഹാദീപാരാധന, അന്നദാനം, പൊതുയോഗം എന്നീ കലാപരിപാടികളോടെയും കൂടി നടന്നു. ശാഖാ പ്രസിഡന്റ് സാവിത്രി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുയോഗം തൊടുപുഴ യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. VB സുകുമാരൻ, KK മനോജ്, സ്മിത ഉല്ലാസ്, അഭിഷേക് ഗോപൻ, ശ്യാമള സിറ്റി എന്നിവർ സംസാരിച്ചു. ശാഖാ സെക്രട്ടറി MG വിജയൻ സ്വാഗതവും ശാഖാ വൈസ് പ്രസിഡന്റ് ബിറ്റാച്ച് പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. പൊതുയോഗത്തിൽ 2023 മാർച്ചിലെ SSLC പരീക്ഷയിലും +2 പരീക്ഷയിലും ഫുൾ A+ നേടിയ കുട്ടികളെ യൂണിയൻ ഭാരവാഹികൾ ആദരിച്ചു. ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് 31 രാത്രി 12 ഗുരുദേവ മഹാസമാധിയിൽ പുതുവത്സര പൂജയും സമൂഹ പ്രാർത്ഥനയും. പുതുവത്സര ദിനമായ ജനുവരി 1 രാവിലെ 8 മഹാസമാധി മന്ദിരത്തിലെ ഗുരുദേവ പ്രതിമ പ്രതിഷ്ഠാ ദിനം പ്രമാണിച്ച് ശാരദാമഠത്തിൽ നിന്ന് മഹാസമാധി മന്ദിരത്തിലേക്ക് 108 പുഷ്പകലശങ്ങളോടുള്ള പ്രയാണം നടന്നു. തുടർന്ന് മഹാസമാധി പീഠത്തിൽ കലശാഭിഷേകം, വിശേഷാൽ പൂജ, മംഗളാരതി എന്നിവയുണ്ടായിരുന്നു. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഡിസംബർ 27 ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ നാഗമ്പടം ക്ഷേത്രത്തിലെ മുത്തശ്ശിപ്ലാവിൻ ചുവട്ടിൽ നിന്നാരംഭിച്ച 91 പേരടങ്ങുന്നതും കോർഡിനേറ്റർമാരായ പ്രവീൺ പാമ്പാടിയും അജേഷ് കോട്ടയും പദയാത്ര ക്യാപ്റ്റനായ ശ്രീഹരി ശ്രീജേഷും നയിച്ച യുവജന പദയാത്രയ്ക്ക് ശിവഗിരി മഹാസമാധിയിൽ വൻ സ്വീകരണം നൽകി പദയാത്രികരെ ആദരിച്ചു. പാലാ മീനച്ചൽ യൂണിയനിൽ നിന്നുള്ള പദയാത്രയ്ക്ക് വെട്ടിക്കവല 2529 നമ്പർ R ശങ്കർ സ്മാരക ശാഖയിൽ സ്വീകരണം നൽകി. പദയാത്ര സംഘം ഗുരുഗീതങ്ങൾ ആലപിച്ചു. വൈകിട്ട് പ്രാർത്ഥനയും വിശേഷാൽ പൂജയും രാത്രി ഭക്ഷണവും ഉണ്ടായി. നാരായണ ശ്രീ ഗുരുദേവ ഭഗവാനേ പരമപുരുഷേ പരമേശ സദ്ഗുരുനാഥ ജഗദീശ ശ്രീ ഗുരുദേവ. ഈ ആഴ്ചയിലെ സൺഡേ റൗണ്ടപ്പ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.